ഇന്നത്തെ 4 മണി പലഹാരത്തിൽ ഒരു വലിയൊരു കോമഡി ഉണ്ട്. ഞാൻ ദോശയ്ക്ക് അരിയും ഉഴുന്നും ഇട്ടായിരുന്നു. ശരിക്കും ഉഴുന്ന് അല്പം കൂടിപ്പോയി. ദോശയ്ക്ക് അല്പം ഉഴുന്നും കൂടിപ്പോയി ടേസ്റ്റ് കുറയും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഈ ഉഴുന്ന് എന്തായാലും നമ്മളിനി വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേസ്റ്റ് ആക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് വട ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ഉഴുന്ന് മാവ് എടുക്കുക, കുറച്ച് റവയും അരിപ്പൊടിയും വലിയ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്യണം. അരിപ്പൊടി കുറവാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇടാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ കുറച്ച് റവയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എണ്ണ അധികം ഒബ്സോർവ് ചെയ്യത്തില്ല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ചൂടെണ്ണയിൽ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ വടയുടെ ടേസ്റ്റ് ആണെങ്കിലും വടയുടെ രൂപമല്ല കേട്ടോ. കാരണം ഇതിൽ ഹോൾ ഇടാൻ പറ്റത്തില്ല. കാരണം അത്രയും കട്ടിയല്ലല്ലോ മാവ്. അതുകൊണ്ട് നമുക്ക് സ്പൂണിൽ സാധാരണ നമ്മൾ ഈ നെയ്യപ്പം ഇടത്തില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി. പിന്നെ ഇച്ചിരി ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി, പെട്ടെന്നൊന്നും കരിയത്തില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ വട ഇവിടെ റെഡിയാവും. കുറച്ച് വെള്ള ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. പക്ഷെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.